മുനമ്പത്തെ പ്രശ്നപരിഹാരത്തിന് പോംവഴികളുണ്ടെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ. മുനമ്പത്തെ പ്രശ്നപരിഹാരത്തിനായി ആവശ്യമെങ്കിൽ നിയമനിർമ്മാണം നടത്തുമെന്നും മുനമ്പത്ത് ഭൂമി ഏറ്റെടുക്കാൻ സർക്കാർ അധികാരമുണ്ടെന്നും സർക്കാർ ഹൈക്കോടതി അറിയിച്ചു. ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് വിധി സ്റ്റേ ചെയ്യണമെന്നും സർക്കാർ ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടു. അഹമ്മദ് മുസ്തഫ വിശദാംശങ്ങൾ നൽകും. മുസ്തഫ, മുനമ്പം വീണ്ടും ഹൈക്കോടതിയിലെത്തിയപ്പോൾ സർക്കാർ എടുത്ത സ്റ്റാൻഡ് എന്തായിരുന്നു? ഈ എന്ന് വെച്ചാൽ നേരത്തെ കമ്മീഷൻ റദ്ദാക്കിയ നടപടി പിൻവലിക്കണം, പുനഃപരിശോധിക്കണമെന്ന ആവശ്യത്തെ കോടതി എങ്ങനെ കാണാനാണ് സാധ്യത? സൈഫുദ്ദീൻ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ സർക്കാരിന്റെ അപ്പീലിൽ ഇന്ന് വിശദമായ ഒരു വാദം നടന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ തവണയും സർക്കാർ ഈ വിഷയം പ്രധാനമായും ആവശ്യപ്പെട്ടിരുന്നത് ഈ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് റദ്ദാക്കണം, കമ്മീഷന്റെ പ്രവർത്തനം തുടരാൻ അനുവദിക്കണം എന്നുള്ളതാണ്. ഇന്ന് അതിന് ഉപോത്പലകമായി ചില കാര്യങ്ങൾ കൂടി കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ പ്രശ്നപരിഹാരത്തിന് സർക്കാരിന് മുന്നിൽ ചില പോംവഴികളുണ്ട്. പ്രത്യേകിച്ച് ഈ പ്രശ്നപരിഹാരത്തിന് ആവശ്യമെങ്കിൽ നിയമനിർമ്മാണം നടത്തും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് സർക്കാരിന്റെ. ആവശ്യമെങ്കിൽ നിയമനിർമ്മാണം നടത്തും. ഒപ്പം തന്നെ ഈ ഭൂമി ഏറ്റെടുക്കാൻ സർക്കാരിന് അധികാരമുണ്ട്. ഈ രണ്ട് വാദങ്ങളാണ് പ്രധാനമായും കോടതിയിൽ മുന്നോട്ട് വെച്ചത്. ഒപ്പം തന്നെ വഖഫ് ട്രൈബ്യൂണലിനെ സമീപിച്ച ആളുകളുടെ പ്രശ്നമല്ല ഇപ്പോൾ അപ്പീലിൽ ഉന്നയിച്ചിരിക്കുന്നത്. ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്നാണ് സർക്കാർ നോക്കുന്നത്. അതിന് വസ്തുതകൾ പരിശോധിക്കേണ്ടതുണ്ട്. സ്വാഭാവികമായും ഒരു ജുഡീഷ്യൽ കമ്മീഷന് ആവശ്യമാണ്. അങ്ങനെയാണ് സർക്കാർ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചത്. ഒപ്പം തന്നെ ഈ റിപ്പോർട്ട്, ജുഡീഷ്യൽ കമ്മീഷന്റെ ഒരു അന്തിമ പഠന റിപ്പോർട്ട് ലഭിക്കുന്നതിന് മുമ്പ് തന്നെ ആ കമ്മീഷനെ നിയമിച്ച നടപടിയെ സിംഗിൾ ബെഞ്ച് റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് നടപടി നിയമപരമല്ല എന്നുകൂടി കോടതിയിൽ സർക്കാർ വാദിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ വിഷയത്തിൽ ഒരു പൊതു താല്പര്യം മുൻനിർത്തിയാണ് ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചത്. മാത്രമല്ല അവിടുത്തെ ക്രമസമാധാന പ്രശ്നങ്ങളുണ്ട്. ആ നിലയിലും കമ്മീഷന്റെ അന്വേഷണം അത്യാവശ്യമാണെന്ന് കൂടി സർക്കാർ വാദിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഏറ്റവും അടിയന്തര ഇടപെടലായി സർക്കാർ കോടതിയിൽ ആവശ്യപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നിലവിൽ സിംഗിൾ ബെഞ്ച് ഉത്തരവോടുകൂടി റദ്ദു ചെയ്യപ്പെട്ട കമ്മീഷന്റെ പ്രവർത്തനം പുനരാരംഭിക്കാൻ ഡിവിഷൻ ബെഞ്ചിന്റെ ഒരു അനുമതി വേണമെന്നുള്ളതാണ്. ആ കാര്യത്തിൽ തിങ്കളാഴ്ച ഒരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാമെന്ന് ഡിവിഷൻ ബെഞ്ച് ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദർ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് ഒരു വാക്കാൽ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും തിങ്കളാഴ്ച ആ ഉത്തരവ് കൂടി പ്രതീക്ഷിക്കുകയാണ്. സർക്കാരിനെ സംബന്ധിച്ച് ഈ കമ്മീഷന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാം, അത് നിയമപരമല്ല എന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവ് റദ്ദാക്കിക്കൊണ്ട് കമ്മീഷന്റെ പ്രവർത്തനം തുടരാൻ അനുമതി ലഭിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. അതിന് തിങ്കളാഴ്ച ഒരു ഇടക്കാല ഉത്തരവ് പ്രതീക്ഷിക്കുന്നുണ്ട് സർക്കാർ. എന്തായാലും ആ വിഷയത്തിൽ അടിയന്തരമായ ഒരു ഇടക്കാല ഉത്തരവ് തിങ്കളാഴ്ച ഉണ്ടാകും. ബാക്കി വിഷയങ്ങളിൽ വിശദമായ വാദം പിന്നീട് നടക്കും. സൈഫുദ്ദീൻ. ശരി മുസ്തഫ.